ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു ഗുലാബ് ജാം വേഗം ഉണ്ടാക്കിയെടുത്താലോ. 1 കപ്പോളം പാൽപ്പൊടി എടുത്തിട്ടുണ്ട്, 1/4 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂണോളം റവ എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ചപ്പാത്തി മാവിനേക്കാൾ മയത്തിൽ കയ്യിൽ നെയ്യ് പുരട്ടിയിട്ട് ഉരുട്ടിയെടുക്കണം കേട്ടോ. 18ഓളം ബോൾസ് എനിക്ക് കിട്ടിയായിരുന്നു. ഞാൻ സ്ഥിരം ഷുഗർ കാരമലൈസ് ചെയ്യണ ഒരു അലൂമിനിയം പാത്രം എൻ്റെ കയ്യിലുണ്ട്. അതാണ് എനിക്ക് യൂസ്ഡ് ആയിട്ടുള്ളത്. സോ ഞാൻ അത് എടുത്തിട്ടുണ്ട്. പാത്രത്തിൻ്റെ ഭംഗിയൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. അപ്പം ഞാൻ ഇതിൽ 2 കപ്പോളം ഷുഗർ, 1 കപ്പ് വെള്ളം, 4 ഏലക്കയും കൂടെ ചേർത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ സിറപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ബട്ടറിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കാരണം നെയ്യ് എൻ്റെ കയ്യിൽ കഴിഞ്ഞു. അപ്പം ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഇതെല്ലാം. എനിക്ക് സന്തോഷത്തിന് വേണ്ടി ഉണ്ടാക്കുന്നത്. കാരണം എനിക്ക് 300 സബ്സ്ക്രൈബറായി ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ഉണ്ടാക്കുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പം ഇതിപ്പം സ്പീഡിലിടുന്നത് കൊണ്ടാണ് ഇത്രയും സ്പീഡായിട്ട് കാണുന്നത്. ഇത് ഇത്രയും സ്പീഡിൽ സോഫ്റ്റായിട്ട് വേണം നമ്മളിതിനെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരേ സ്ഥലത്തിട്ട് ഫ്രൈ ചെയ്യരുത്. ഇങ്ങനെ സ്പൂണ് വെച്ച് ഓടിച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നിട്ട് ആ ഷുഗർ സിറപ്പ് ഒത്തിരി ചൂടാവാനും പാടില്ല, ഒത്തിരി തണുക്കാനും പാടില്ല. ചെറിയ ചൂടിൽ ആണ് നമ്മൾ ഈ ഫ്രൈ ചെയ്ത ഉടനെ തന്നെ നമ്മൾ ഈ ഗുലാബ് ജാമ ആ സിറപ്പിലോട്ട് ഇടണം. എങ്കിൽ മാത്രമേ ഇത് നല്ല എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റ് ആണ്. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും.